നമസ്കാരം കൂട്ടുകാരെ, 2024 പുറത്തിറങ്ങിയ ചലച്ചിത്രം എ ഗ്രീക്ക് റെസിപ്പി ഫോർ റൊമാൻസിന്റെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. കഥ ആരംഭിക്കുന്നത് ന്യൂയോർക്ക് നഗരത്തിലാണ്. ആബി എന്നൊരു യുവതിയെ നമ്മൾ പരിചയപ്പെടുന്നു. ആബി ഒരു ഹോട്ടലിൽ അസിസ്റ്റന്റ് മാനേജറായി ജോലി നോക്കുകയാണ്. ഒരു ദിവസം പതിവ് പോലെ ജോലിക്കെത്തിയ അവൾ സഹപ്രവർത്തക കേറ്റിയിൽ നിന്നും അവിടെയുള്ള ചില പ്രശ്നങ്ങളെപ്പറ്റി അറിയുന്നു. പക്ഷേ മികച്ച കഴിവുള്ള ഒരു അസിസ്റ്റന്റ് മാനേജറായ ആബി വളരെ എളുപ്പത്തിൽ അതൊക്കെ പരിഹരിക്കുകയാണ്. അന്ന് കുറച്ചു കഴിഞ്ഞ് ആബിക്ക് തന്റെ അമ്മ ജാക്കിയിൽ നിന്നും ഒരു ഫോൺ കോൾ വന്നു. അമ്മ താമസിക്കുന്നത് ഗ്രീസിലാണ്. അവളോട് ഗ്രീസിലേക്ക് വരാൻ അമ്മ ആവശ്യപ്പെടുകയായിരുന്നു. പക്ഷേ തനിക്ക് ജോലി തിരക്കുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആബി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. പക്ഷേ ചിലതൊക്കെ വിധിക്കപ്പെട്ടതാണല്ലോ. വൈകാതെ ആബിയുടെ ജോലി നഷ്ടപ്പെടുകയാണ്. സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം ആബിയുടെ ഹോട്ടൽ ജോബുകൾ വെട്ടിക്കുറച്ചിരുന്നു. അങ്ങനാണ് ആബിക്ക് ജോലി നഷ്ടപ്പെട്ടത്. എന്തായാലും അതോടെ അമ്മ വിളിച്ച സ്ഥിതിക്ക് ഗ്രീസിലേക്ക് പോകുവാൻ ആബി തീരുമാനിക്കുന്നു. കുറച്ചു ദിവസങ്ങൾക്കപ്പുറം ആബി ഗ്രീസിലെത്തി. ആബിയുടെ അമ്മ ജാക്കിക്ക് എപ്പോഴും ഗ്രീസിൽ താമസിക്കണം എന്നായിരുന്നു. പക്ഷേ ആബിയുടെ അച്ഛൻ മരണപ്പെട്ട ശേഷം അതിനവർക്കങ്ങനെ സാധിക്കുമായിരുന്നില്ല. വന്നിറങ്ങിയ ആബിയെ ജാക്കി സ്വീകരിച്ചു. അവരവരുടെ കാറിലേക്ക് കയറാൻ നേരം ഒരു മോട്ടോർ സൈക്കിൾ അവരുടെ കാറിനെ ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്നത് അവർ കണ്ടു. തിയോ എന്ന ഒരു യുവാവിന്റെ സ്കൂട്ടറായിരുന്നു അത്. തിയോ വന്ന് വണ്ടിയെടുത്തപ്പോ ബ്ലോക്ക് ചെയ്ത നിലയിൽ സ്കൂട്ടർ പാർക്ക് ചെയ്തതിന് ആബി തിയോയുമായി ചെറിയൊരു വഴക്കുണ്ടാക്കി. അവിടെ നിന്ന് പുറപ്പെട്ടു പോന്ന തിയോ നേരെ എത്തിച്ചേർന്നത് തന്റെ മരണപ്പെട്ടുപോയ അമ്മയുടെ പേരിലുള്ള വില്ലയിലേക്കായിരുന്നു. ആ സമയമാണ് തിയോയുടെ അച്ഛൻ അവനെ വിളിക്കുന്നത്. നിക്കോളാസ് എന്നാണ് തിയോയുടെ അച്ഛന്റെ പേര്. തിയോയുടെ അച്ഛൻ നിക്കോളാസ് വലിയൊരു ബിസിനസ് മാഗ്നറ്റ് ആണ്. ഒരുപാട് ക്രൂസിംഗ് ഷിപ്പുകളും കമ്പനികളുമൊക്കെ അദ്ദേഹത്തിനുണ്ട്. തിയോ ഒക്കെയും വിട്ട് തന്റെ കൂടെ ബിസിനസ്സിൽ ചേരണം, തന്റെ ബിസിനസ് ഏറ്റെടുക്കണം എന്നാണ് നിക്കോളാസിന് ആഗ്രഹം. പക്ഷെ തിയോക്ക് അതിലൊന്നും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. മറുവശത്ത് ആബിയുടെ അമ്മ ജാക്കിയാകട്ടെ ഗ്രീസിൽ പ്രോപ്പർട്ടി ബ്രോക്കറായി ജോലി നോക്കുകയായിരുന്നു. ജാക്കിയുടെ സുഹൃത്ത് കാസിയയുടെ സഹായത്തോടു കൂടിയായിരുന്നു അത്. കാസിയായിരുന്നു ജാക്കിയെ ബിസിനസ്സിൽ മറ്റുള്ളവരോട് സംസാരിച്ചും മികച്ച രീതിയിൽ വിലപേശിയുമൊക്കെ മുമ്പോട്ടു പോകുവാൻ എല്ലാ തരത്തിലും കൂടുനിന്നത്. അടുത്ത ദിവസം കാസിയ ആബിക്കൊപ്പം തന്റെ ബോയ്ഫ്രണ്ടിനെ കാണുവാൻ പോയി. യാനിസ് എന്നായിരുന്നു അയാളുടെ പേര്. യാനിസ് എന്ന് അവരെ ലഞ്ചിന് ക്ഷണിക്കുകയാണ്. അവിടെ വെച്ച് ആബി വീണ്ടും തിയോയെ കണ്ടു. അവർക്ക് ഭക്ഷണം ചെയ്യുന്ന ഷെഫായി തിയോ അവിടെ ഉണ്ടായിരുന്നു. യാനിസ് എന്ന് തിയോയെ ഷെഫായി ഹയർ ചെയ്തതുമായിരുന്നു. അവിടെ വെച്ച് ഷെഫായി തിയോയെ കണ്ടത് ആബിയെ അതിശയപ്പെടുത്തിയിരുന്നു. ഭക്ഷണത്തിന് ശേഷം തിയോ കടുത്തുപോയി ആബി സംസാരിച്ചു. പഴയ ദേഷ്യവും വാശിയുമൊന്നും അവർക്കിടയിൽ ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് മീറ്റിംഗിൽ തിയോ വല്ലാതെ അനോയിങ് ആയിരിക്കുമെന്ന താൻ കരുതിയത് എന്നാബി പറയുകയും ചെയ്തു. പിന്നീട് കാസിയയും ആബിയും വൈകിട്ടൊരു കഫേയിൽ പോയി. അവിടെ ഇരുന്ന് സംസാരിക്കുമ്പോ തന്റെ അമ്മയുടെ ബിസിനസിനെ പറ്റി ആബി കാസിയയോട് ചോദിച്ചു. അതത്ര നല്ല രീതിയിലൊന്നുമല്ല മുമ്പോട്ടു പോകുന്നത് എന്നായിരുന്നു കാസിയയുടെ മറുപടി. ഈ സമയം പഴയ സുഹൃത്ത് കാറ്റിയുടെ ഫോൺ കോൾ ആബിക്ക് വരികയാണ്. തങ്ങളുടെ കമ്പനി പുതിയൊരു മാനേജറെ തിരയുന്നുണ്ട്, നിനക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചായിരുന്നു കാറ്റി വിളിച്ചത്. പക്ഷെ റെസ്റ്റോറന്റ് മാനേജർ എന്ന പോസ്റ്റാണ്. ആബിക്കാണെങ്കിൽ അതിൽ എക്സ്പീരിയൻസുമില്ല. കാസിയയോട് അവൾ ആ കാര്യം ഡിസ്കസ് ചെയ്തു. ഗ്രീസിൽ തന്നെ ഏതെങ്കിലും റെസ്റ്റോറന്റിൽ എക്സ്പീരിയൻസിനായി വർക്ക് ചെയ്യാനായിരുന്നു കാസിയ അവളോട് നിർദ്ദേശിച്ചത്. തന്റെ ഒരു ഫ്രണ്ട് പുതിയൊരു റെസ്റ്റോറന്റ് തുറക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും വേണമെങ്കിൽ പരിചയപ്പെടുത്തി തരാം എന്നും കാസിയ ആബിയോട് പറയുകയും ചെയ്തു. ആബിയും അതിന് സമ്മതിച്ചു. കാസിയ പറഞ്ഞ ആ ഫ്രണ്ട് തിയോ ആയിരുന്നു. പിന്നാലെ തിയോയും ആബിയും മീറ്റ് ചെയ്യുകയാണ്. ഹോട്ടൽസ് മാനേജ് ചെയ്ത് പരിചയമുള്ള ആബിയെ കൊണ്ട് റെസ്റ്റോറന്റ് അങ്ങനെ റൺ ചെയ്യിപ്പിക്കാൻ പറ്റുമോ, മാനേജ് ചെയ്യാൻ പറ്റുമോ എന്ന് തിയോക്ക് സംശയമുണ്ടായിരുന്നു. ആദ്യമേ ഒന്നിച്ച് പ്രവർത്തിക്കാൻ രണ്ടുപേരും മടിച്ചെങ്കിലും കാസിയയുടെ നിർദ്ദേശപ്രകാരം രണ്ടുപേരും ഒന്നിച്ച് വർക്ക് ചെയ്യാൻ തീരുമാനിക്കുന്നു. അടുത്ത 2 ആഴ്ചത്തേക്ക് ആബി വർക്കിന് ഉണ്ടാവുകയുള്ളൂവെന്നും തിയോയുടെ റെസ്റ്റോറന്റ് ഓപ്പൺ ആക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളിലും കൂടെ നിൽക്കാമെന്നും അത് കഴിഞ്ഞ് ജോലി വിടുമെന്നും ആബി തിയോയെ മുൻകൂട്ടി അറിയിച്ചു. പിന്നീട് അവിടെ നിന്ന് പോരുമ്പോൾ താൻ ആരാണെന്ന സത്യം ആരോടും പറയരുത്, തന്റെ ഐഡന്റിറ്റി സീക്രട്ടാക്കി വെക്കണം എന്ന് കാസിയയോട് തിയോ പ്രത്യേകം പറഞ്ഞു. താനൊരു ബില്യനെയറുടെ മകനാണ് എന്നൊക്കെ അറിഞ്ഞാൽ മറ്റുള്ളവർ അത് വേറെ രീതിയിലൊക്കെ എടുക്കുമോ എന്ന് തിയോ സംശയിച്ചിരുന്നു. ഇതേ സമയം മറുവശത്ത് തിയോയുടെ അച്ഛനായ നിക്കോളാസ് തന്റെ അസിസ്റ്റന്റ് ഡിമീട്രിയസിനെ വിളിച്ചു വരുത്തി. തിയോയെ എങ്ങനെയും
പറഞ്ഞു മനസ്സിലാക്കി അങ്ങോട്ടേക്ക് തിരികെ കൊണ്ടുവരണമെന്നും കമ്പനിയുടെ ചുമതല അവന് കൈമാറാൻ വേണ്ടി കാര്യങ്ങൾ മുന്നോട്ട് നീക്കണം എന്നും ഡെമീട്രിയസിനോട് നിക്കോളാസ് നിർദ്ദേശിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് തിയോ അച്ഛന്റെ കമ്പനിയിൽ ഇന്റേൺഷിപ്പ് ചെയ്തിരുന്നു. അന്ന് മികച്ച പെർഫോമൻസ് ആയിരുന്നു അവൻ നടത്തിയത്. അതുകൊണ്ട് തന്നെ മകൻ തന്റെ സ്ഥാനത്ത് വന്നാൽ കമ്പനി മികച്ച രീതിയിൽ മുന്നോട്ടു പോകും എന്ന് നിക്കോളാസിന് ഉറപ്പുണ്ടായിരുന്നു. മറുവശത്ത് ആബിയാകട്ടെ തന്റെ അമ്മയുമായി സംസാരിക്കുകയായിരുന്നു. അമ്മയുടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നല്ല രീതിയിൽ പോവാത്തതുകൊണ്ട് അതിനുവേണ്ട സഹായങ്ങൾ ഓൺലൈൻ വഴി താൻ ചെയ്തു തരാം എന്ന് ആബി അമ്മയോട് പറഞ്ഞു. അതിനുവേണ്ടി ഓൺലൈൻ സൗകര്യങ്ങളൊക്കെ അവൾ ഉണ്ടാക്കുകയും ചെയ്തു. അടുത്ത ദിവസം ആബി തിയോയുടെ റെസ്റ്റോറന്റിലേക്ക് എത്തുകയാണ്. ആ റെസ്റ്റോറന്റ് തിയോയുടെ അമ്മ സോഫിയയുടേതായിരുന്നു. സോഫിയയുടെ മരണശേഷം തിയോക്ക് വന്നു ചേർന്നതാണത്. തിയോയുടെ ഗ്രാൻഡ് ഫാദേഴ്സ് നിർമ്മിച്ച റെസ്റ്റോറന്റ് ആയിരുന്നു അത്. അമ്മയുടെ കാലത്ത് അമ്മ അത് നല്ല രീതിയിൽ നടത്തി. തിയോക്ക് ഒരുപാട് ഓർമ്മകൾ അവിടെയുണ്ട്. അതുകൊണ്ട് ആ റെസ്റ്റോറന്റ് നല്ല രീതിയിൽ നടത്തി മുമ്പോട്ട് പോകണം എന്നതാണ് അവന്റെ ആഗ്രഹം. ആബി അതിനോടകം അവിടുത്തെ റെസ്റ്റോറന്റുകളുടെ റിസർച്ച് നടത്തിയിരുന്നു. അവിടുത്തെ പ്രധാന വിഭവങ്ങൾ മനസ്സിലാക്കി ആ വിഭവങ്ങൾ തങ്ങളുടെ മെനുവിൽ ഉൾപ്പെടുത്തിയാൽ നല്ലതായിരിക്കും എന്ന് ആബി സജസ്റ്റ് ചെയ്തു. പക്ഷേ പുതുമയുള്ള എന്തെങ്കിലും വിളമ്പുവാനായിരുന്നു തിയോ താല്പര്യപ്പെട്ടത്. പക്ഷേ അത് ഫെയിലാവാൻ സാധ്യതയുണ്ട് എന്ന് നിർദ്ദേശിച്ച ആബി തിയോയുടെ കഴിവുപയോഗിച്ച് പഴയ വിഭവങ്ങളിൽ മോഡിഫിക്കേഷനുകൾ വരുത്തി മികച്ച രീതിയിൽ വിളമ്പിയാൽ മതി എന്ന് നിർദ്ദേശിച്ചു. തിയോക്കും അത് ഓക്കെയായിരുന്നു. മെനു സെറ്റ് ചെയ്ത ശേഷം പഴയ റെസ്റ്റോറന്റ് ക്ലീൻ ചെയ്യാനും മറ്റും അവർ ആരംഭിച്ചു. അന്നത്തെ വർക്കൊക്കെ കഴിഞ്ഞ് തിയോ വില്ലയിലേക്ക് തിരികെ എത്തുമ്പോ ഡെമീട്രിയസ് അവിടെ എത്തിച്ചേർന്നിരുന്നു. തിയോയോട് ഡെമീട്രിയസ് സംസാരിച്ചു. അച്ഛന്റെ താല്പര്യപ്രകാരം കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യാനും നഗരത്തിലേക്ക് തിരികെ വരാനും ഡെമീട്രിയസ് തിയോയോട് പറഞ്ഞു. തിയോ അതിനൊരുക്കമല്ലെന്ന് അറിഞ്ഞതും തന്റെ ഗൂഢലക്ഷ്യം ഡെമീട്രിയസ് പുറത്തെടുത്തു. ഗ്രീസിലുള്ള തിയോ താമസിക്കുന്ന ആ വില്ല നിലവിൽ നിക്കോളാസിന്റെ കമ്പനിയുടെ പേരിലാണുള്ളത്. അതുകൊണ്ട് ആ വില്ല വിറ്റുകഴിഞ്ഞാൽ അവിടെ നിൽക്കാൻ ഇടമില്ലാതെ തിയോ തിരികെ പോരും എന്നായിരുന്നു ഡെമീട്രിയസ് കണക്കുകൂട്ടിയത്. തിയോ ഡെമീട്രിയസിനോട് അപ്പോഴും അമ്മയുടെ റെസ്റ്റോറന്റ് തുറന്നു പ്രവർത്തിപ്പിച്ച് സക്സസ്ഫുള്ളായി നടത്താനുള്ള തന്റെ താല്പര്യത്തെപ്പറ്റി പറഞ്ഞു. പക്ഷേ അച്ഛൻ വില്ല വിറ്റോളാനാണ് പറഞ്ഞിരിക്കുന്നത് എന്ന തീരുമാനത്തിൽ ഡെമീട്രിയസ് ഉറച്ചുനിന്നു. അടുത്ത ദിവസം തിയോയും ആബിയും പുറത്തുപോയി. അവരുടെ റെസ്റ്റോറന്റ് അലങ്കരിക്കാൻ വേണ്ട സാധനങ്ങൾ വാങ്ങുവാനായിരുന്നു അത്. ആവശ്യമുള്ള സാധനങ്ങൾ അവർ വാങ്ങുകയും സുവനീർസായി അവർക്ക് വേണ്ടി ചില ഗിഫ്റ്റുകൾ വാങ്ങുകയും ഗിഫ്റ്റുകൾ പരസ്പരം സമ്മാനിക്കുകയും ഉണ്ടായി. മറുവശത്ത് ഡെമീട്രിയസ് ആകട്ടെ വില്ല വിൽക്കുന്ന ആവശ്യവുമായി ഓൺലൈനിൽ സെർച്ച് ചെയ്ത് ജാക്കിയുടെ ഓഫീസിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. ജാക്കിക്ക് അതിൽ വലിയ സന്തോഷം തോന്നി. ആബി എന്ന് തിരികെ എത്തിയപ്പോൾ ഓൺലൈൻ പ്രൊമോഷൻ വഴി തനിക്ക് ക്ലയന്റ് വന്നെത്തിയ കാര്യം ജാക്കി സന്തോഷത്തോടെ മകളോട് പറഞ്ഞു. പക്ഷേ അപ്പോഴും അത് തിയോയുടെ അമ്മയുടെ വില്ലയാണ് എന്നവർക്കറിയില്ലായിരുന്നു. ഡെമീട്രിയസ് കൊടുത്ത അഡ്രസ് ഫോളോ ചെയ്ത് അടുത്ത ദിവസം ആബിയും ജാക്കിയും കൂടി വില്ലയിലേക്ക് ചെല്ലുകയാണ്. അവിടെ തിയോയെ കണ്ട് ഒരു നിമിഷം അവർ അതിശയപ്പെടുന്നുണ്ട്. പക്ഷേ തിയോ അത് മാനേജ് ചെയ്തു. ആ വില്ല ഗാർഡ് ചെയ്യുവാൻ നോക്കുവാൻ തന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്നായിരുന്നു തിയോ പറഞ്ഞത്. ഡെമീട്രിയസിന്റെ ഒരു ജോലിക്കാരനെ പോലെ തിയോ അവരോട് പെരുമാറി. പിന്നാലെ അവർ അകത്തേക്ക് കയറുന്നതിനു മുമ്പ് അവിടുത്തെ മുഴുവൻ ഫോട്ടോസും തിയോ വിദഗ്ധമായി എടുത്തുമാറ്റി. തന്റെ ഐഡന്റിറ്റി അപ്പോഴും രഹസ്യമാക്കി വെച്ചാൽ മതി എന്നായിരുന്നു തിയോ ചിന്തിച്ചത്. ശേഷം ആബിയെയും ജാക്കിയെയും തിയോ ആ വില്ല ചുറ്റിക്കാണിച്ചു. നിക്കോളാസ് എന്ന ബില്യനറിന്റേതാണ് ആ വില്ലയെന്നും ഒരു ബന്ധവുമില്ലാത്ത പോലെ തിയോ അവരോട് പറയുകയും ചെയ്തു. അന്ന് അവിടുത്തെ ജോലിയൊക്കെ കഴിഞ്ഞതും ആബിയും തിയോയും റെസ്റ്റോറന്റിൽ പോയി. അവിടുത്തെ ഫർണിച്ചറുകളൊക്കെ അവർ പ്ലാൻ ചെയ്ത പോലെ അറേഞ്ച് ചെയ്തു. ശേഷം ആബിയും തിയോയും അവിടുത്തെ ഒരു ഒലീവ് പ്ലാന്റേഷനിൽ പോയി. അവിടെ വെച്ച് സംസാരിക്കുമ്പോ തന്റെ അമ്മ കുക്ക് ചെയ്യുമ്പോ എപ്പോഴും നാച്ചുറൽ ഒലീവ് ഓയിലാണ്, അതും പ്ലാന്റേഷനിൽ നിന്ന് നേരിട്ട് വാങ്ങി ഉപയോഗിച്ചിരുന്നത് എന്ന് തിയോ അവളോട് പറഞ്ഞു. അവരിരുവരും ചേർന്ന് ആ പ്ലാന്റേഷനിൽ നിന്നും ഒലിവ് ഓയിൽ ഉണ്ടാക്കാനും ആരംഭിച്ചിരുന്നു. ആ സമയം തന്റെ അമ്മയെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അമ്മയുടെ ഫാമിലിയെ പറ്റിയുമൊക്കെ തിയോ ആബിയോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു. ആബിക്കും തിയോയെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അന്നൊക്കെ കഴിഞ്ഞ് വൈകുന്നേരത്തോടെ അവർ സിറ്റി സെന്ററിൽ എൻജോയ് ചെയ്യാൻ പോയി. അന്ന് അവിടുത്തെ ഡാൻസ് പ്രോഗ്രാമൊക്കെ കണ്ട് അവർ ആസ്വദിച്ചു. അടുത്ത ദിവസം തിയോ തന്റെ അമ്മയുടെ റെസിപ്പി ഉപയോഗിച്ച് കുറച്ച് ഭക്ഷണം കുക്ക് ചെയ്തിരുന്നു. അന്ന് ആബിയും തിയോയും ഇരുന്ന് സംസാരിക്കുമ്പോ തങ്ങളുടെ മുൻകാല ജോലികളെപ്പറ്റി ഇരുവരും പറഞ്ഞു. തന്റെ പഴയ ജോലി എന്തായിരുന്നുവെന്നും തനിക്കത് എത്രമാത്രം ഇഷ്ടമായിരുന്നുവെന്നും അതിൽ നിന്ന് കിട്ടിയിരുന്ന ഉയർന്ന ശമ്പളത്തെപ്പറ്റിയും ആബി തിയോയോട് സംസാരിച്ചു. തനിക്ക് മുമ്പ് ഒരു കമ്പനിയിൽ ഇന്റേൺഷിപ്പ് ഉണ്ടായിരുന്നു എന്ന് മാത്രമേ തിയോ പറഞ്ഞുള്ളൂ. തന്റെ അച്ഛന്റെ കമ്പനിയെപ്പറ്റിയോ ഒന്നും തന്നെ തിയോ ആബിയോട് വ്യക്തമാക്കിയില്ല. അവരുടെ പാർട്ട്ണർഷിപ്പിൽ തനിക്ക് സന്തോഷമുണ്ടെന്നും റെസ്റ്റോറന്റ് തന്റെ മാത്രമല്ല അവളുടേത് കൂടിയാണ്
വരികയാണ് എന്ന മട്ടിലും കൂടി തിയോ അവളോട് സംസാരിക്കാൻ തുടങ്ങി. മറുവശത്ത് ജാക്കിയാകട്ടെ ഡിമീട്രിയസുമായി വില്ല വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു. ആ സമയം ഡിമീട്രിയസിൽ നിന്ന് ഞെട്ടലോടെ തിയോ ബില്യനർ നിക്കോളാസിന്റെ മകനാണ് എന്ന് ജാക്കി മനസ്സിലാക്കി. അന്ന് വീട്ടിലേക്ക് മടങ്ങിയെത്തിയ ജാക്കി തിയോയെ പറ്റിയുള്ള സത്യങ്ങൾ ആബിയോട് പറയുകയാണ്. പക്ഷേ ആബിക്ക് അത് കേട്ട് തിയോയോട് ദേഷ്യം തോന്നിയതേയില്ല. തിയോ അങ്ങനെ തന്റെ ഐഡന്റിറ്റി മറച്ചുവെച്ചത് തിയോക്ക് എന്തെങ്കിലും വ്യക്തിപരമായ കാരണമുള്ളതുകൊണ്ടാകും എന്നായിരുന്നു ആബിയുടെ പക്ഷം. ക്യൂരിയസ് ആയി അന്ന് കുറച്ചു കഴിഞ്ഞ് ആബി തിയോയെപ്പറ്റി നെറ്റിൽ തിരഞ്ഞു. ശേഷം സംസാരിക്കുമ്പോൾ കാറ്റിയോട് തിയോയെ പരിചയപ്പെട്ട കാര്യമൊക്കെ പറയുകയും ചെയ്തു. മറുവശത്ത് ഡിമീട്രിയസ് വീണ്ടും തിയോയെ കാണാൻ ചെന്നിരുന്നു. ഒന്നുകൂടി അച്ഛന്റെ അടുത്തേക്ക് തിരികെ വരാനുള്ള ആവശ്യം ഡിമീട്രിയസ് ഉന്നയിച്ചു. പക്ഷേ തിയോ വീണ്ടും അത് പറ്റില്ലെന്ന് പറഞ്ഞു. തനിക്ക് അമ്മയുടെ റെസ്റ്റോറന്റ് നടത്തണം എന്ന കാര്യത്തിൽ അവൻ ഉറച്ചു നിന്നു. താൻ താമസിക്കുന്ന വില്ല വിൽക്കപ്പെടും എന്നുള്ളതുകൊണ്ട് റെസ്റ്റോറന്റിലേക്ക് തിയോ താമസം മാറ്റിയിരുന്നു. അടുത്ത ദിവസം ഡിമീട്രിയസ് നിക്കോളാസിനെ വിളിച്ചു. തിയോയെ കൺവിൻസ് ചെയ്യിപ്പിച്ച് തിരികെ കൊണ്ടുവരാൻ കുറച്ചധികം സമയമെടുക്കും എന്ന് ഡിമീട്രിയസ് നിക്കോളാസിനോട് പറഞ്ഞു. അന്ന് കുറച്ചു കഴിഞ്ഞ് വർക്കിനായി ആബി തിയോയുടെ റെസ്റ്റോറന്റിലേക്ക് എത്തി. വില്ല വിൽക്കാൻ തീരുമാനിച്ചതോടെ താനീ റെസ്റ്റോറന്റിലേക്ക് താമസം മാറ്റി എന്ന് തിയോ ആബിയോട് ആ സമയം പറയുകയാണ്. പക്ഷേ അപ്പോഴാണ് ഗവൺമെന്റിൽ നിന്നും വന്ന നോട്ടീസ് തിയോ കാണുന്നത്. റെസ്റ്റോറന്റ് തുറക്കുന്നതിന് മുമ്പ് 10 കൊല്ലം അടയ്ക്കാതെ കിടന്നിരുന്ന ടാക്സ് മുഴുവൻ ഒന്നിച്ചടയ്ക്കണം എന്നായിരുന്നു അതിൽ പറഞ്ഞിരുന്നത്. ഡിമീട്രിയസ് ആണ് അതിന്റെ പിന്നിലെന്ന് തിയോ മനസ്സിലാക്കി. തിയോയുടെ വക്കലാണെങ്കിൽ ഇനി പണമൊന്നും ഉണ്ടായിരുന്നില്ല. തിയോ ആകെ നിരാശനായി. ആബി തിയോയോട് ഫാമിലിയോട് ചോദിച്ചാൽ പോരെ എന്ന് ചോദിച്ചു. പക്ഷേ അപ്പോഴും ആബി ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന മട്ടിൽ തന്റെ ഫാമിലിയെപ്പറ്റി തിയോ സീക്രട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയായിരുന്നു. പിന്നാലെ തിയോയെ സഹായിക്കാൻ ആബി തീരുമാനിച്ചു. ഒരു ഒലിവ് ഓയിൽ കമ്പനിയിൽ വിളിച്ച് തിയോയുടെ റെസ്റ്റോറന്റിന് വേണ്ടി അവൾ സംസാരിച്ചു. അവരുടെ ഒലിവ് ഓയിൽ തിയോ എടുക്കുമെന്നും തിയോ നിക്കോളാസിന്റെ മകനാണ് എന്നതും അടക്കം പറഞ്ഞായിരുന്നു സംസാരം. തിയോക്ക് സ്പോൺസർഷിപ്പ് കൊടുക്കാനും ആബി അവരോട് ആവശ്യപ്പെട്ടു. അതിനുശേഷം തിയോയും ആബിയും വൈൻ ചൂസ് ചെയ്യാൻ ഒരു വൈൻ യാർഡിലേക്ക് പോയി. അവിടെ വെച്ച് സംസാരിക്കുമ്പോൾ ബാക്ക് ടാക്സ് അടയ്ക്കുവാൻ ഇൻവെസ്റ്റേഴ്സിനെ താൻ ഉണ്ടാക്കിയിട്ടുണ്ട്, സ്പോൺസർഷിപ്പുകാരുമുണ്ട് എന്ന കാര്യം ആബി തിയോയെ അറിയിച്ചു. പകരം അവരുടെ ഒലിവ് ഓയിൽ തിയോ യൂസ് ചെയ്യേണ്ടവരും പരസ്യം ചെയ്യേണ്ടവരും എന്ന് ആബി പറഞ്ഞു. തിയോക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുമായിരുന്നില്ല. പരമ്പരാഗതമായി നാച്ചുറലായി ഉൽപ്പാദിപ്പിക്കുന്ന ഒലിവ് ഓയിലായിരുന്നു തിയോയുടെ അമ്മയടക്കം വിഭവങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ പേര് പറഞ്ഞ് അവർ തമ്മിൽ ഒരു വാക്കുതർക്കം സംഭവിച്ചു. ആ വാക്കുതർക്കത്തിനിടയിൽ തിയോയുടെ വെൽത്തി ഫാമിലിയെപ്പറ്റി തിയോ മറച്ചുവെച്ച കാര്യമടക്കം ആബി തിയോയോട് പറഞ്ഞ് പ്രശ്നമാക്കി. ഇരുവരും രണ്ടു വഴിക്കന്ന് പിരിയുകയും ചെയ്തു. അധികം വൈകാതെ അടുത്ത ദിവസം കേറ്റി പറഞ്ഞ വേക്കൻസിക്ക് വേണ്ടിയുള്ള ഇന്റർവ്യൂ ആബിയെ തേടിയെത്തുകയായിരുന്നു. തോംസൺ എന്ന വ്യക്തിയായിരുന്നു ഇന്റർവ്യൂവർ. ഇന്റർവ്യൂവിൽ തിയോക്കൊപ്പം ചേർന്ന് റെസ്റ്റോറന്റ് ഓപ്പൺ ചെയ്യാനുള്ള തന്റെ ശ്രമങ്ങളെപ്പറ്റിയൊക്കെ ആബി വിശദമായി പറഞ്ഞു. അടുത്ത ദിവസമാണ് തിയോയുടെ റെസ്റ്റോറന്റ് ഓപ്പണിംഗ് എന്നും അവൾ മെൻഷൻ ചെയ്തു. മറുവശത്ത് തിയോ ആകട്ടെ അന്ന് തന്റെ അച്ഛനെ വിളിച്ചു. അച്ഛന്റെ ആഗ്രഹം പോലെ പ്രവർത്തിക്കാൻ പറ്റാത്തതിന് അച്ഛനോട് ക്ഷമ ചോദിച്ച അവൻ അടുത്ത ദിവസം തന്റെ റെസ്റ്റോറന്റിന്റെ ഉദ്ഘാടനമാണെന്നും അച്ഛൻ വരണമെന്നും ആവശ്യപ്പെട്ടു. അന്ന് രാത്രിയോടെ ആബിക്ക് തോമസിൽ നിന്നും കോളെത്തുകയാണ്. മാനേജർ പൊസിഷൻ അവൾക്ക് ലഭിച്ചെന്നും വൈകാതെ അമേരിക്കയിലെത്തി ജോയിൻ ചെയ്യണം എന്നും തോമസ് അവളോട് പറഞ്ഞു. ആബിക്ക് വലിയ സന്തോഷം തോന്നിയിരുന്നു. പക്ഷേ ജോലി എടുക്കണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷൻ ആബിയുടെ ഉള്ളിൽ നിറഞ്ഞു. തിയോക്കൊപ്പം ജോലി ചെയ്യുമ്പോൾ തിയോയോട് വല്ലാത്തൊരടുപ്പം അവൾക്ക് രൂപപ്പെട്ടിരുന്നു. ആ ഒരു സന്തോഷമൊക്കെ ഇല്ലാതാക്കി പണം മാത്രം നോക്കി അങ്ങനൊരു ജോലിക്ക് പോകണോ എന്നത് അവളെ കുഴപ്പിച്ചു. രാത്രിയിൽ തിയോ റെസ്റ്റോറന്റിലെ തന്റെ കിടപ്പിടത്തേക്ക് പോവുകയായിരുന്നു. അപ്പോഴാണ് റെസ്റ്റോറന്റിൽ ഒരു ലീക്ക് അവൻ കാണുന്നത്. പാനിക്കായി ഉടനടി അവൻ സഹായത്തിന് ആബിയെ വിളിച്ചു. ദേഷ്യമായിരുന്നെങ്കിലും ആബി വേഗത്തിൽ റെസ്റ്റോറന്റിലേക്ക് പാഞ്ഞെത്തി. അടുത്ത ദിവസം റെസ്റ്റോറന്റിന്റെ ഇൻസ്പെക്ഷൻ ഉള്ളതാണ്. അതിനു മുമ്പ് കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കണമായിരുന്നു. അന്ന് അവിടെ എത്തി പ്രശ്നങ്ങളൊക്കെ അവർ പരിഹരിച്ചു. സംസാരിക്കുമ്പോൾ അന്ന് വാക്കുതർക്കം ഉണ്ടാക്കിയതിന് പരസ്പരം മാപ്പ് പറഞ്ഞു. ആബി പറഞ്ഞ ഓഫർ തിയോ സ്വീകരിക്കാൻ തയ്യാറായി. സ്പോൺസർഷിപ്പ് സ്വീകരിച്ച് ബാക്ക് ടാക്സസ് അടയ്ക്കാം എന്ന് തിയോ ആബിയെ അറിയിച്ചു. ഇൻസ്പെക്ഷന് വേണ്ടി ഒക്കെ റെഡിയായി കഴിഞ്ഞു എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം തിയോ അവളെയും കൂട്ടി അവൻ ഏറെ ഇഷ്ടപ്പെട്ട ഒരു പുരാതന ആംഫി തിയേറ്ററിലേക്ക് പോയി. തിയോക്ക് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോ മനസ്സിന് ഭാരം തോന്നുമ്പോ അവൻ അവിടം വിസിറ്റ് ചെയ്യുമായിരുന്നു. പിറ്റേന്ന് ഓപ്പണിങ്ങിന് അവർ തയ്യാറെടുക്കുമ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരം തിയോയെ തേടിയെത്തുന്നത്. അവരുടെ റെസ്റ്റോറന്റ് ബിൽഡിംഗ് ഇൻസ്പെക്ഷൻ പാസ്സായില്ല എന്നതായിരുന്നു അത്. എല്ലാവരെയും ക്ഷണിച്ചിട്ടുമുള്ളതാണ്. എന്ത് ചെയ്യുമെന്നോർത്ത് തിയോ ആകെ അങ്കലാപ്പിലായി. പെട്ടെന്ന് ആബി ഒരു ഐഡിയ പറഞ്ഞു. തിയോയുടെ അമ്മയുടെ പേരിലുള്ള നിക്കോളാസ് കമ്പനിയുടെ വില്ലയ്ക്ക് റെസ്റ്റോറന്റ് ലൈസൻസ് അടക്കമുള്ളതാണ്. ആ റെസ്റ്റോറന്റിൽ തൽക്കാലം റെസ്റ്റോറന്റ് ഓപ്പൺ ചെയ്യാമെന്നും ഗസ്റ്റുകളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി ഇന്ന് ട്രീറ്റ് ചെയ്യാം എന്നുമായിരുന്നു അത്. അവിടെ വെച്ച് അങ്ങനൊരു ഫംഗ്ഷൻ നടത്തുമ്പോൾ അവളുടെ അമ്മ ജാക്കിക്ക് ആ വില്ല വിൽക്കാനുള്ള കസ്റ്റമേഴ്സിനെയും അവിടെ നിന്ന് തന്നെ കണ്ടെത്താൻ പറ്റിയാലോ
വന്നാലോ ആ ഒരു മാറ്റർ മുമ്പോട്ട് വെച്ച് അതിനുള്ള പെർമിഷനും നമുക്ക് നേടിയെടുക്കാം എന്നും ആബി സജസ്റ്റ് ചെയ്തു. കൊള്ളാമല്ലോ എന്ന് തോന്നിയ തിയോ അതിന് സമ്മതിക്കുകയാണ്. പിന്നാലെ ആബി ഓടി അമ്മ ജാക്കിക്ക് അടുത്ത് ചെന്ന് സംസാരിച്ച് അതിനുള്ള അനുവാദം വാങ്ങി. ജാക്കിയാണല്ലോ ബ്രോക്കറായി പ്രവർത്തിക്കുന്നത്. പിന്നാലെ ജാക്കിയുടെയും തന്റെ കാമുകന്റെയും മറ്റുള്ളവരുടെയും ഒക്കെ സഹായത്തോടെ ഫർണിച്ചറുകളൊക്കെ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് വില്ലയ്ക്കകത്തു വെച്ച് തന്നെ ഒരു റെസ്റ്റോറന്റ് സെറ്റപ്പ് അവർ ഒരുക്കിയെടുത്തു. പിന്നാലെ ഗസ്റ്റുകൾ ഓരോരുത്തരായി വില്ലയിലേക്ക് വന്നു ചേർന്നു. മികച്ച രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കി അവരവർക്ക് സർവ് ചെയ്യുകയും ഉണ്ടായി. ഡെമീട്രിയസിനെയും ജാക്കി വില്ലയിലേക്ക് ക്ഷണിച്ചിരുന്നു. അന്ന് അവിടെ എത്തിയ ഡെമീട്രിയസും തിയോയുടെ ഫുഡിന്റെ രുചി നുണഞ്ഞു. ജാക്കിക്ക് അവിടെ എത്തിയവരിൽ നിന്ന് അത് വാങ്ങാനുള്ള ഓഫറും ഒരുപാട് ലഭിച്ചിരുന്നു. ആ ഓഫറിൽ ഡെമീട്രിയസും സന്തോഷം കണ്ടെത്തി. ഒടുവിൽ ഓപ്പണിംഗ് ഫംഗ്ഷൻ വിചാരിച്ചതിനേക്കാൾ ഗംഭീരമായി നടന്നു. തിയോ നാണം കെട്ടില്ല. ഒക്കെ അവസാനിച്ചതും ആബി തിയോയോട് താൻ അടുത്ത ദിവസം അമേരിക്കയിലേക്ക് പോവുകയാണെന്നും ജോബ് ഓഫർ വന്നിട്ടുണ്ടെന്നും പറഞ്ഞു. ആബി പോകുന്നു എന്നറിഞ്ഞതും തിയോക്കൽപ്പം ദുഃഖമുണ്ടായിരുന്നു. തന്റെ നിരാശയും ആബി പോകുന്നതിലുള്ള ദുഃഖവും തിയോ തുറന്നു പറഞ്ഞെങ്കിലും നമ്മുടെ എഗ്രിമെന്റ് ഇതായിരുന്നല്ലോ, അതുകൊണ്ട് നിനക്ക് പോകാമെന്നും മനസ്സില്ലാ മനസ്സോടെ തിയോ അവളോട് കൂട്ടിച്ചേർത്തു. തൊട്ടു പിന്നാലെയായിരുന്നു തിയോയുടെ അച്ഛൻ നിക്കോളാസ് അങ്ങോട്ടേക്ക് വന്നു ചേർന്നത്. തിയോ പ്രിപ്പയർ ചെയ്ത സ്പെഷ്യൽ ഫുഡ് ആബിയും തിയോയും കൂടി അന്ന് നിക്കോളാസിന് വിളമ്പി. തിയോയുടെ മരിച്ചുപോയ അമ്മയുണ്ടാക്കിയിരുന്ന അച്ഛൻ ഏറെ ഇഷ്ടപ്പെട്ട സ്പെഷ്യൽ ഫുഡായിരുന്നു അത്. അത് കഴിച്ചതും അദ്ദേഹത്തിന് ഒരുപാട് സന്തോഷം അനുഭവപ്പെട്ടു. അന്ന് മനസ്സ് തുറന്ന് അച്ഛനും മകനും സംസാരിക്കുകയാണ്. തന്റെ മകന്റെ സ്വപ്നത്തെ സപ്പോർട്ട് ചെയ്യുവാൻ അന്ന് ആ അച്ഛൻ തീരുമാനിക്കുകയായിരുന്നു. പോകുന്നതിനു മുമ്പ് നിക്കോളാസ് തിയോക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തു. അവന്റെ അമ്മയുടെ റെസിപ്പി ബുക്കായിരുന്നു അത്. ആബി അവിടെ നിന്ന് തിരികെ നടക്കാൻ നേരം ആകെ കൺഫ്യൂസ്ഡായി കാണപ്പെട്ടു. അമേരിക്കയിലേക്ക് പോകണോ അവിടെ നിൽക്കണോ എന്നതിൽ അവൾക്ക് തീരുമാനമെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അന്ന് രാത്രി മുഴുവൻ ആലോചിച്ച് അവൾ തീരുമാനത്തിലെത്തി. പിറ്റേന്ന് തിയോയോട് അത് പറയുവാൻ അവൾ തിയോക്കടുത്തേക്ക് ഓടിയെത്താൻ ശ്രമിച്ചു. പക്ഷേ റെസ്റ്റോറന്റിലെങ്ങും തിയോയെ കാണുന്നുണ്ടായിരുന്നില്ല. ആംബി തിയേറ്ററിൽ തിയോ ഉണ്ടാകുമെന്ന് ചിന്തിച്ച് അവൾ അങ്ങോട്ടേക്ക് വന്നു ചേർന്നു. താൻ അമേരിക്കയിലേക്ക് പോകുന്നില്ലെന്നും തിയോക്കൊപ്പം നിന്ന് റെസ്റ്റോറന്റ് നന്നാക്കിയെടുത്ത് മികച്ച രീതിയിൽ അത് തുടങ്ങാനും വളർത്താനും ആ പദ്ധതിയിടുന്നത് എന്നും ആബി തിയോയോട് പറഞ്ഞു. പിന്നാലെ തന്റെ ഉള്ളിലെ സ്നേഹവും അവനോട് പങ്കുവെച്ചു. മറ്റൊരു കാര്യം തിയോ ആ സമയം അവളോട് പറയുകയാണ്. കമ്പനിയുടെ കീഴിലുണ്ടായിരുന്ന അമ്മയുടെ പേരിലുള്ള വില്ല തന്റെ അച്ഛൻ പൂർണ്ണമായി വാങ്ങിച്ചെന്നും അത് തന്റെ പേരിലേക്ക് തന്നെന്നും താനാണിപ്പോൾ അതിന്റെ ഉടമസ്ഥനെന്നും സന്തോഷത്തോടെ നിക്കോളാസ് അവളോട് കൂട്ടിച്ചേർത്തു. തന്റെ കൂടെ തന്റെ പാർട്ട്ണറായി ആ വില്ലയിൽ താമസിക്കാൻ വരുന്നോ എന്നും അവൻ ചോദിച്ചു. അവരിരുവരും പ്രണയബന്ധത്തിൽ കൂടി ഒന്നുചേരുക കൂടി ചെയ്യുകയായിരുന്നു. സന്തോഷത്തോടെ റെസ്റ്റോറന്റ് നടത്തി അവർ ഒന്നിച്ചു ജീവിക്കും എന്ന സൂചനയോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.